ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഹോംസിനെ കുറിച്ചാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് സ്മാർട്ട് വാച്ചസ്, സ്മാർട്ട് ഫോൺസ്, സ്മാർട്ട് TV. എന്നാൽ എന്താണ് സ്മാർട്ട് ഹോംസ് അല്ലെങ്കിൽ എന്താണ് ഹോം ഓട്ടോമേഷൻ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ എന്നുള്ളത് അർമിന ടെക്നോളജീസിന്റെ മിഥുനാണ്. ഹായ് മിഥുൻ. ഹായ്. അപ്പോൾ മിഥുനെ, എന്താണ് യഥാർത്ഥത്തിൽ ഹോം ഓട്ടോമേഷൻ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് ലളിതമായിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? ഹോം ഓട്ടോമേഷൻ, ആ വേർഡ് എടുക്കാം. ഓക്കെ. അതായത് ഹോം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മാനുവലി ചെയ്യേണ്ട ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതിനെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീടുമായി കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതിനെയാണ് ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീട് ഓട്ടോമേറ്റ് ചെയ്ത വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളും റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ആ വീട്ടിൽ സംഭവിക്കും. ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാ ലൈറ്റും ഫാനും ഓഫ് ആക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നുപോകും. പക്ഷേ ഓട്ടോമേഷൻ ചെയ്ത വീട്ടിലാവുമ്പോൾ നമ്മൾ ഒറ്റ സിംഗിൾ സ്വിച്ചിൽ അല്ലെങ്കിൽ സിംഗിൾ ഫോൺ യൂസിൽ തന്നെ നമുക്ക് ആ കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഡെയിലി യൂസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസിലി അല്ലെങ്കിൽ കൺവീനിയന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെയാണ് ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ഒരുപാട് ഓട്ടോമേഷനെ കുറിച്ച് നമ്മൾ എന്നും കേട്ട് വരാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത, നമ്മൾ എന്തായാലും ഒരു പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓട്ടോമേഷനെ കുറിച്ച് പറയാമോ?